ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ ബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി നൽകിയത്. BHP ഉൾപ്പെടെയുള്ള സംഘടനകൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, ഈ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ വീണ്ടും എത്തുമ്പോൾ വീണ്ടും ഈ രാഷ്ട്രപതി ഭരണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഇതിനു മുൻപുള്ള നടപടികൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ്? വീണ, ഇന്നിപ്പോൾ വീണ്ടും സുപ്രീം കോടതി ഈ ബംഗാളിലെ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയാണ്. പ്രധാനമായും കോടതികൾ സാധാരണയായി ഇത്തരത്തിൽ രാഷ്ട്രപതി ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഈ രീതിയിൽ, അതായത് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം വേണമെന്ന നിലയിലേക്കുള്ള വിധികൾ സാധാരണയായി പുറപ്പെടുവിക്കാറില്ല. എന്നാൽ ബംഗാളിലെ അസാധാരണമായ സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള നിലപാടെടുക്കും എന്നതാണ് ഏറെ ശ്രദ്ധേയമാകേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യം, അതായത് നിലവിൽ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ചില വിവാദ പരാമർശങ്ങൾ ചില കോണുകളിൽ നിന്നും രൂപപ്പെട്ടത് നമുക്കറിയാം. പ്രത്യേകിച്ച് BJP MP നിഷികാന്ത് ദുബെ പറഞ്ഞൊരു കാര്യം, അടുത്ത കാലത്ത് ഈ കോടതികൾ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുകയോ അല്ലെങ്കിൽ സ്വന്തമായി നിയമം ഉണ്ടാക്കാനാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ പാർലമെന്റ് അടച്ചിടേണ്ടി വരും എന്നൊരു പ്രസ്താവന BJP MP നിഷികാന്ത് ദുബെയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഒപ്പം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ജുഡീഷ്യറിയുടെ നിലപാടുകളെ ചില രീതിയിൽ അദ്ദേഹം വിമർശിക്കുകയും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. അപ്പോൾ ഈ വിഷയം ഇന്നലെ സുപ്രീം കോടതി ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജസ്റ്റിസ് ഗവായി ചൂണ്ടിക്കാണിച്ചത് നിലവിൽ തന്നെ ജുഡീഷ്യറിക്കെതിരെ വിമർശനങ്ങളുണ്ട്. അതായത് എക്സിക്യൂട്ടീവിലേക്കും അതോടൊപ്പം തന്നെ ഈ പാർലമെന്റിൻ്റെയും അധികാരത്തിലേക്ക് ജുഡീഷ്യറി കൈയടത്തുന്നു എന്ന വിമർശനം വിവിധ കോണുകളിൽ നിൽക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നൊരു വിധി സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവിടാൻ കഴിയുക എന്നൊരു പരാമർശം ഇന്നലെ സുപ്രീം കോടതി നടത്തിയിരുന്നു. അതിന് ശേഷമാണ് ഇന്നത്തേക്ക് ഈ ഹർജികൾ പരിഗണിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ സുപ്രീം കോടതി ഒരു സംസ്ഥാനത്ത്, അത് ബംഗാൾ എന്നല്ല, ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരാണ് പൊതുവെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താറുള്ളത്. അങ്ങനെ കോടതികൾ അങ്ങനെ ഒരു നിലപാട് എടുത്തതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. എന്തായാലും ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളെ എങ്ങനെയാണ് കോടതി വിലയിരുത്താൻ പോകുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാകും. കാരണം ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ വ്യാപകമായ ആക്രമണമാണ് കലാപമായി മാറിയത്. പ്രത്യേകിച്ച് മുർഷിദാബാദ് പോലെയുള്ള സ്ഥലങ്ങളിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഏതാണ്ട് 500ഓളം ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഹർജി നൽകിയിരിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആവശ്യം 2021 സമാനമായ രീതിയിലുള്ളൊരു കലാപം ബംഗാളിൽ നടന്നിരുന്നു. അതായത് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വീണ്ടും എത്തുന്ന ഘട്ടത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് തുടർച്ചയായ 3ാം തവണയും തുടർഭരണം ലഭിച്ചപ്പോൾ അതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൽ തീവ്ര മുസ്ലിം സംഘടനകൾ വ്യാപക കലാപം ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ നടത്തുകയും ഹിന്ദുക്കൾ ആസാം പോലെയുള്ള ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നും രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയിരുന്നു. അതിനാൽ ഇപ്പോഴത്തെ കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളും പഴയ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനാൽ സുപ്രീം കോടതി ഇന്ന് ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള പരാമർശം നടത്തുമെന്നതാണ് ശ്രദ്ധേയമാകുക. വീണ, തീർച്ചയായും അത് രാജ്യമൊട്ടാകെ നടക്കുന്ന പ്രശ്നങ്ങളുടെ തന്നെ ഒരു കമന്റ് ആവുകയും ചെയ്യും. കാരണം ഈ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിലാണല്ലോ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കലാപങ്ങൾ അഴിച്ചുവിട്ടത്. ആ പശ്ചാത്തലത്തിൽ വരുന്ന ഹർജിയിൽ വരുന്ന തീരുമാനം എന്തായാലും അത് രാജ്യത്തൊട്ടാകെയും അതിന് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.